Praise the Lord. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ രാത്രി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനും ഈ ദൈവസഭകളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിജു സാറ്, വേദിയിലുള്ള സാജൻ പാസ്റ്റർ അടക്കം, ഷിജു പാസ്റ്റർ അടക്കം, സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഒത്തിരി ദൈവദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉറപ്പിച്ചോട്ടെ. ഒന്ന്, ഈ വേദിയിൽ നിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾ കാണണമെങ്കിൽ ഇത്രയും ലൈറ്റൊക്കെ വേണം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെങ്കിൽ ഒരു ലൈറ്റെങ്കിലും തിരിച്ചിട്ടാലേ രക്ഷയുള്ളൂ. കാരണം എനിക്ക് ആരുടെയും മുഖം കാണാനൊക്കുന്നില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം ഈ 6 ലൈറ്റ് നമ്മൾ അപ്പം നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നില്ലേ? ഇല്ലേ? 3 ലൈറ്റ് കിട്ടിയപ്പം ഇത്രയും ഞരക്കമെങ്കിൽ 6 ലൈറ്റ് കിട്ടിയ ഞങ്ങളുടെ ഞരക്കം നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കുറച്ച് പേരൊക്കെ കാണും, ഇപ്പം മുഴുവൻ പേരെയും കാണാൻ കുഴപ്പമില്ല. പക്ഷേ അത് കുറച്ചും കൂടെ കോണായിട്ട് തിരിച്ചു വെച്ചാൽ കുറച്ച് അവരും അനുഭവിക്കട്ടെ, ലേശം കൂടി. അപ്പോൾ എല്ലാവരെയും കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ലൈവ് പ്രോഗ്രാം അല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജിൽ ഒത്തിരി ലൈറ്റ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ലൈവ് ആവുമ്പം ആളുകൾ പറയും സ്റ്റേജിലിരിക്കുന്നവരെ കാണാൻ വില വെട്ടം കുറവാണെന്നൊക്കെ പറയും. ലൈവ് അല്ലല്ലോ, ആണോ? അല്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇപ്പോൾ വലിയ പ്രയാസം ഉണ്ടാകാൻ, ചെറിയ പ്രയാസം ഉണ്ടാകും, നമുക്കത് പങ്കിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാം. അപ്പോൾ നല്ല സംവിധാനങ്ങൾ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോൾസൺ ബ്രദർ അടക്കമുള്ള സംഗീത ശുശ്രൂഷ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കസേരകൾ മുൻപിലുണ്ട്. നമ്മുടെ എല്ലാ യോഗങ്ങൾക്കും നമ്മളങ്ങനെ ആളുകളെ കയറ്റിയിരുത്ത പതിവുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. മുൻപിൽ കുറേ കസേരകൾ വെറുതെ കിടക്കുകയും പുറകിൽ ഒറ്റ കസേര പോലും കാലിയില്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഭൂഷണമായ കാര്യമല്ല. ലൈവില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും കൂടുതൽ അടുത്തറിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഞാനൊക്കെ ഈ പ്രദേശത്ത് 26-ാമത്തെ വയസ്സിൽ വന്ന് സുവിശേഷ വേല ആരംഭിക്കുകയും 17-ാമത്തെ വയസ്സിൽ ഈ പ്രദേശത്ത് പരിചയപ്പെടാൻ വരികയും ചെയ്തതാണ്. അപ്പോൾ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മുമ്പിലൊന്നും ഇരിക്കുന്ന കണ്ടാൽ ഒരു സന്തോഷമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുൻപിൽ കിടക്കുന്ന ഒരു 10 കസേരയെങ്കിലൊന്ന് സഹോദരന്മാരുടെ പക്ഷത്താണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ കയറിയിരുന്നാൽ മതി, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. ചിലപ്പോൾ പോകാനുള്ള സൗകര്യമൊക്കെ ആയിരിക്കും, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഉണ്ടെങ്കിൽ മുന്നോട്ട് കയറിയിരുന്നാൽ ഒരു ഭംഗിയാണ് യോഗത്തിന്. മറ്റൊരു കാര്യമുള്ളത്, നല്ല പാട്ടുകാർ, അവർ അറിയാമല്ലോ, ഞാൻ ഈ പ്രദേശത്തൊക്കെ കയറുമ്പം പരിചയപ്പെട്ട ആളാണ് ജോഷിയൊക്കെ. ഞാനിങ്ങനെ അത് ശ്രദ്ധിക്കുകയാണ്. എനിക്ക് ഈ സംഗീത ഉപകരണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തബലയാണ്. ഞാൻ 6 മാസം പഠിക്കാൻ പോയതാണ്, എനിക്കെങ്ങൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ജോഷിയൊക്കെ അന്ന് മുതലേ തബല വായിക്കുകയാണ്. പിന്നീട് ഭൂമലയുടെ തബല വായന കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഈ ഇടത് കൈ കൊണ്ട് അടിക്കുന്നു, അത് വാച്ചും കൂടെ ആ കയ്യെ കിടപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവുക എന്നങ്ങനെ ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും. ഒരു ഭാഗത്ത് അപ്പൻ, ഒരു ഭാഗത്ത് മോന്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പനും മോനും ആരാ ഭേദം ഞാൻ പറയുന്നില്ല, കുടുംബകല ഉണ്ടാക്കണ്ടല്ലോ. അത് പാടാൻ വരുന്നു. ഗോഡ്സ് ഇല്ല, എങ്ങനെയല്ലേ? ലോറിയുടെ കുറവ് കൂടെ ഉള്ളെന്ന് തോന്നുന്നു. അത് ഓറയിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു ഫാമിലി ഓർക്കസ്ട്രയാണ്. പിന്നെ പോൾസിനും ഞാനും ഗിറ്റാറൊക്കെ വീട് കഴിഞ്ഞ് കഴിയുമ്പോൾ കമത്തോട് വെക്കുന്ന പോലെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ തകർത്ത പെർഫോമൻസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളക്കരയിൽ ഇഷ്ടപ്പെടുന്ന മുൻനിര ഗായകരിൽ ഒരു പ്രധാനപ്പെട്ടയാളാണ് പോൾസൺ കണ്ണൂർ. എൻ്റെ വീട് പ്രവേശനത്തിനും കുഞ്ഞുങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞാൻ ജോസ് പൂമുല്ലയും പോൾസൺ കണ്ണൂരും അടങ്ങുന്ന ജിജു പാപ്പച്ചനൊക്കെ അടങ്ങുന്ന ഒരു ടീമാണ് എല്ലാ പ്രോഗ്രാമിനും വരുന്നത്. എത്ര കേട്ടാലും എനിക്ക്
മതി വരത്തില്ല. ഞാൻ ഒരു പാട്ട് എഴുതി അത് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും സ്റ്റുഡിയോയിൽ വെച്ചത് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാനത് പോൾസൺ ബ്രദറെ കൊണ്ട് ചെയ്യിക്കണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരാഗ്രഹം. ഇനി മാറാനും പറ്റത്തില്ല, കാരണം ഗൂഗിളിൽ വെച്ച് പറഞ്ഞു പോയതുകൊണ്ട് ഇനി ഇത്രയും പേര് കേൾക്കുകയും ചെയ്തില്ല, അല്ലെങ്കിൽ പറയണ്ടായിരുന്നു. പക്ഷെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ നല്ല പാട്ടുകൾ, അതുപോലെ വേദിയിലുള്ള കൃത്യദാസന്മാർ, ബിജു സാറ്, ഞാൻ ഈവനിങ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡ്, സായാഹ്നദീപം ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ അടക്കമുള്ള അനേകം മീറ്റിങ്ങുകളിൽ ഞാൻ വന്ന് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ സഭയെ ഓർക്കുന്നത് പ്രധാനമായി 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ കാര്യം, അക്കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള സഭാ നേതാക്കന്മാരിൽ ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരാളായിരുന്നു ജോൺ വർഗീസ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വിനയവും താഴ്മയുമായിരുന്നു. ഞാൻ അനേക സ്ഥലങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരിയൊന്നും വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ, എന്നാൽ അറിഞ്ഞിടത്തോളം ഒരു സഭയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ട് പോലും ആളുകളോട് ഇടപെടുന്ന രീതിയും താഴ്മയും ശ്ലാഘനീയമാണ്. ഒരു തലയെടുപ്പുമില്ലാത്തൊരു നേതാവെന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റുമായിരുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും എന്നൊരു പ്രസംഗമുണ്ട്. അതിൽ അവിടെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് പറയാറുണ്ട്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡേസി ആൻറ്റി 18 കൂട്ടം ഐറ്റംസുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നത്. ഞാൻ അന്നേരം ആൻറ്റിയോട് ചോദിച്ചു, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ബ്രേക്ക് ഡാൻസ് ആണോ എന്ന് ചോദിച്ചു. ഇത്രയും തിന്നണമെങ്കിൽ പാഷ എല്ലാം കൂടെ കഴിക്കണമെന്ന് പറഞ്ഞു. എന്നെ അവിടെ പരിചയപ്പെടുത്തിയത് ജെ ആൻ്റണി പാഷാണ്. അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ ലോഡ്സൺ ആൻ്റണി. അങ്ങനെ പഴയ ബന്ധങ്ങൾ സൈമൺ പാലായിൽ ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി വരികയാണ്.